ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷ് ടെക്ട്രോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊല്ലം കരുനാഗപ്പള്ളിയിലുള്ള മോനിച്ചേട്ടൻ്റെ MS ഗപ്പി വേണ്ടുന്ന ഫാമിൻ്റെതാണ്. ഏകദേശം 30 ഹൈബ്രിഡ് വെറൈറ്റികളുമായാണ് അദ്ദേഹം നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് മോനിച്ചേട്ടനെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫാമിലേക്ക് പോകാം. ഇതാണ് മോനിച്ചേട്ടൻ. ഇദ്ദേഹത്തിന് MS ഗപ്പി വേൾഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് മോനിച്ചേട്ടൻ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ പറഞ്ഞോളൂ. ഓക്കെ, നമസ്കാരം. മോനി, ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് ഒരു ചെറിയ തമാശ പോലെ തുടങ്ങിയതാണ്. ഇപ്പോൾ അത് സീരിയസ് ആയിട്ട് ചെയ്യുന്നു. അത്യാവശ്യം ഒരു 40ഓളം സ്ട്രെയിൻ ഉണ്ട്. അതിലൊരു 15 സ്ട്രെയിനോളം സെയിലിനായിട്ടുണ്ട്. ബാക്കിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മീനിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പോൾ ചേട്ടാ, ഇതേതാ ഫിഷ്? ഇത് പ്ലാറ്റിനം ഡംബോയർ ഷോർട്ട് ബോഡിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വരുന്ന സാധനമാണ്. നല്ല ഇയർ ക്വാളിറ്റി ഒക്കെ വരുന്നുണ്ടല്ലോ. ഇയർ ക്വാളിറ്റി ഉണ്ട്, നല്ല ഇയർ ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇയർ ഇറങ്ങാൻ ഒരു ഇത്തിരി സമയം എടുക്കുന്ന ഒരു ഫിഷായത്. ഇതെങ്ങനെയാണ് നമ്മുടെ സെയിൽ ചെയ്യാനുണ്ടോ? സെയിലിനായിട്ടുണ്ട്. ഇത് ഹോൾസെയിലില്ല, റീറ്റെയിലായിട്ട് സെയിൽ. ഇത് റെഡ് ഡ്രാഗൺ ബിഗ് ഗിയറാണ്. ഇത് ഇമ്പോർട്ടഡ് പെയറാണ്. എൻ്റെ ബ്രൂഡ് സ്റ്റോക്കാണ്. സെയിലിനായിട്ടില്ല, കുട്ടികൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ഫുൾ ഗോൾഡിൻ്റെ ഫീമെയിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇത് ഞാനിപ്പോൾ ഒരു ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടി മാറ്റിയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെയിലിനായിട്ടുണ്ടോ? സെയിലിനായിട്ട് അതിൻ്റെ ജൂനിയർ സ്റ്റേജിലുള്ളതുണ്ട്. ഇത് ഞാൻ ബ്രീഡ് ചെയ്യാൻ വേണ്ടി അതിൽ നിന്ന് സെപ്പറേറ്റ് മാറ്റിയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരി. ഓക്കെ. ഇത് സിൽവറാഡോ HP പാസ്റ്റിൽ ഒരു പുതിയ സ്ട്രെയിനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. കുട്ടികൾ ഇറങ്ങിയിട്ടുള്ളൂ, കൊടുക്കാനായിട്ടില്ല. കുട്ടികൾ ഇറങ്ങി സൈസായി വരുന്നതേ ഉള്ളൂ. പാണ്ഡുരാസ് ബ്ലൂ മൊസൈക്ക് അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി പവറും നല്ല ക്വാളിറ്റിയും എല്ലാം ഉള്ള ഒരു ഫിഷാണ്. നല്ല പാറ്റേണൊക്കെ ഇറങ്ങുന്നതല്ലേ? പാറ്റേൺ ഇതുവരെ ഒരു ചേഞ്ചസും വന്നിട്ടില്ലാത്ത ഒരു, ഞാൻ ആദ്യം മുതൽ ചെയ്തു തുടങ്ങിയൊരു സാധനമാണ്. ഇത് ഫ്ലമിംഗോ റെഡ് റോസ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. കുട്ടികൾ ഇറങ്ങിയിട്ടുള്ളത് എൻ്റെ ഞാൻ ബ്രീഡ് ചെയ്യാനായിട്ട് എടുത്തിട്ടിരിക്കുന്ന സാധനമാണ്. അത് ഒരു 2 പേർ ബ്രീഡായി കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒരടുത്ത ഇതിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. സെയിലിനായിട്ടുണ്ടോ? സെയിലിനായിട്ട് ഇല്ല, ഇപ്പോൾ സെയിലിനായിട്ടില്ല. ഇത് നമ്മൾ അടുത്ത ഒരു ബ്രൂഡ് സ്റ്റോക്ക് ആക്കാൻ വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നതാണ്. സിൽവറാഡോ ഷോർട്ട് ബോഡി കോയി റിബൺ ലൈനയാണ്. ഇത് ഞാൻ ബ്രീഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് മെറ്റാലിക് ബ്ലൂ. ഇത് സെയിൽ ചെയ്യാനായിട്ട് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. എന്നാൽ അത്ര വലിയ പ്രീമിയം അല്ല. ഇപ്പോൾ ഒരു റെഗുലർ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് സ്നേക്ക് സ്കിൻ യെല്ലോ ലേസ് നമുക്ക് സെയിലിനായിട്ട് ഉണ്ട് സാധനം. ഇത് പ്ലാറ്റിനം കോയി സെയിലിനായിട്ട് ഇനി കുറച്ച് പീസുണ്ട്. അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു ഫിഷാണ്. അത്യാവശ്യം ഡിമാൻഡുണ്ട്. അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത്. ഇത് ലെമണല്ലോ, ഒരു തുടക്കക്കാർക്കൊക്കെ ചെയ്ത് പിടിക്കാൻ പറ്റിയ അത്യാവശ്യം അത്ര റേറ്റ് ഇല്ലാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഫിഷാണ്. സെയിലിനായിട്ടുണ്ടോ? അത് സെയിലിനായിട്ട് അത്യാവശ്യം ഒരു 50 പേരോളം സെയിലിനായിട്ട് ആയി കിടപ്പുണ്ട്. ഇത് C3 കോയി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റുണ്ട്. ക്വാളിറ്റി നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഫിഷാണ്. ഇപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇതിൻ്റെ ഡിമാൻഡ് ഇപ്പം നല്ല ഡിമാൻഡാണ്. നല്ല ഡിമാൻഡുണ്ട്. കോയി ഐറ്റത്തിനെല്ലാം പൊതുവേ കോയി ഐറ്റത്തിനും അതേപോലെ ഇയർ ഐറ്റത്തിനും അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട്. ഇത് ചില്ലി റെഡ് ഡംബോയിർ അത്യാവശ്യം നല്ല ഡാർക്ക് ബ്ലൂ ഇയർ തന്നെ വരും. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. സെയിലിനായിട്ടുണ്ട്. നല്ല ഡിമാൻഡും ഉണ്ട്. ഇയർ വരുന്നതിനൊക്കെ ഇപ്പോൾ ഇച്ചിരി നല്ല ഡിമാൻഡുണ്ട്. ഇയർ വരുന്നതിന് ഇപ്പോൾ പൊതുവേ ഇയർ വരുന്നതിന് ഒരു സ്റ്റേബിളായിട്ടുള്ള ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. അത് എപ്പോഴും അങ്ങനെ പെട്ടെന്ന് അഥവാ കുറഞ്ഞാലും അതിൻ്റെ ഒരു വില വലിയ ഏറ്റക്കുറച്ചിൽ വിലയിലുണ്ടാവില്ല.
അപ്പോൾ ചേട്ടൻ തുടക്കക്കാരനാണെന്ന് പറഞ്ഞല്ലോ. അപ്പം പുതുതായിട്ട് ഒരുപാട് പേര് ഇപ്പം ഗപ്പി ബ്രീഡിങ്ങിലോട്ട് വരുന്നുണ്ടല്ലോ. അപ്പം തുടക്കക്കാരോട് ചേട്ടന് എന്തെങ്കിലും മുൻകരുതൽ എടുക്കാനുണ്ട്, പറയാനുണ്ട്? നമ്മുടെ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഒരുപാട് അഡ്വാൻറ്റേജും ഉണ്ട്, അതേപോലെ തന്നെ കുറേ എന്താ പറയുക ചതിക്കുഴികൾ കുറേ ഉണ്ട്. കുറേയൊക്കെ ചതിക്കാൻ പല ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്, കുറേ ചതിക്കപ്പെട്ടിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ ഈ പ്രദേശത്ത് അറിയപ്പെടുന്ന ബ്രീഡേഴ്സായ സെന്തിലേട്ടന്, അതേപോലെ കാർത്തിക് മുത്തുസ്വാമി, ഇവരുടെയൊക്കെ ആ ഒരു നിർദ്ദേശങ്ങളനുസരിച്ചാണ് ഈ ഒരു രീതിയിലേക്ക് ചേഞ്ചസ് വന്നതും നമ്മൾ ആ ഒരു സീരിയസ് ആയിട്ട് ഈ വിഷയത്തിലേക്ക് ഇറങ്ങി. ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഏതൊക്കെ ഫുഡ് ഐറ്റംസാണ് മെയിനായിട്ട് കൊടുക്കുന്നത്? നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത് നോർത്ത് ഫിൻ്റെ ഫുഡ്, ഇമ്പോർട്ടഡ് ഫുഡാണ്. അപ്പോൾ നോർത്ത് ഫിൻ്റെ തന്നെ അത് ഒരു 3 വെറൈറ്റി യൂസ് ചെയ്യുന്നുണ്ട്. 3 വെറൈറ്റി കോമൺ റെഗുലർ ഫീഡായിട്ട് നോർത്ത് ഫിൻ്റെ കമ്മ്യൂണിറ്റി, പിന്നെ വൈറ്റ് അതേപോലെ ബ്ലൂ ഷെയ്ഡുള്ള ഫിഷിന് കൊടുക്കുന്നത് ബെജ്ജി ഫോർമുല, പിന്നെ റെഡിന് കളർ എൻഹാൻസറായിട്ട് കിറിൽ ഗോൾഡും കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ നോർത്ത് ഫിൻ്റെ ഫുഡ് ഇതാണ്. ഇതിൽ കമ്മ്യൂണിറ്റി നമ്മൾ റെഗുലർ ഫീഡായിട്ട് എല്ലാ ഫിഷിനും കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇരിക്കുന്ന വെജ്ജി മെയിനായിട്ട് നമ്മൾ വൈറ്റ് ഷെയ്ഡ് അതേപോലെ ബ്ലൂ ഷെയ്ഡിന് കൊടുക്കുന്നത്. അതേപോലെ ക്രിൽ ഗോൾഡ് എന്ന് പറയുന്നത് റെഡ് ഷെയ്ഡ് വരുന്ന ഫിഷസിന് കൊടുക്കുന്നത്. അതായത് റെഡ് കളർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള. പക്ഷേ ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ കളറോ മറ്റ് പല ഫുഡിലെയും പോലെ റെഡ് 3 പോലുള്ള ആർട്ടിഫിഷ്യൽ കളറോ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഈ ഫ്രൈസിനൊക്കെ ഈ പാറ്റേണൊക്കെ കയറി വരാനായിട്ട് മെയിനായിട്ട് ഏത് ഫുഡായിരിക്കും കൊടുക്കണ്ടേ? ഫ്രൈസിന് ഒരു 15 ദിവസം വരെയും മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആർട്ടിമിയുടെ റെഡ് റിങ് തന്നെ കൊടുക്കുന്നത്. പിന്നെ വൈറ്റ് കളറിനാണെങ്കിൽ ആ ഒരു വൈറ്റ് ഇറങ്ങി തുടങ്ങുന്ന സമയത്ത് ടൈലിന് കളർ കയറി തുടങ്ങുന്ന സമയത്ത് ആർട്ടിമിയെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നോർത്ത് ഫിൻ്റെ തന്നെ ഫ്രൈ സ്റ്റാർട്ടറുണ്ട്. അത്യാവശ്യം പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള സാധനമാണ്, നല്ല ക്വാളിറ്റിയും റിസൾട്ടും ഉണ്ട്. ചേട്ടാ ഈ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ടോ? ഫുഡ് ഹോൾസെയിലല്ല, നോർത്ത് ഫിൻ്റെ നമ്മൾ ഇവിടുത്തെ കൊല്ലത്ത് ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ട്. നോർത്ത് ഫിൻ സപ്ലൈ ചെയ്യുന്നുണ്ട് ബ്രീഡേഴ്സിന് ആവശ്യമായിട്ടുള്ളത്. ഹോൾസെയിലായിട്ടുള്ള സംഭവമില്ല. പിന്നെ ഈ ഫിഷുകളൊക്കെ കൊറിയർ ചെയ്യുന്നുണ്ടോ? കൊറിയർ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് കൊറിയർ പോകുന്നുണ്ട്. അപ്പോൾ കൊറിയർ ചെയ്യേണ്ടവർ നല്ല MS കപ്പികളിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. ഇതേതായിട്ട് ഐറ്റം? ഇത് പ്ലാറ്റിനം ഡംബോയറിൻ്റെ ഷോർട്ട് ബോഡി അല്ല, അതിന് മുമ്പുള്ള ലൈന. അത്യാവശ്യം ഇത് സെയിലിനായി കിടക്കുക, ജുവനൈൽ സൈസ് ആയത്. ഇത് ഇയർ ക്വാളിറ്റി ഇനിയും വരാനുണ്ട്, കളർ കയറാനായിട്ടുണ്ട്. ഇപ്പോൾ ജുവനൈൽസ് ആണല്ലേ? അതെ. ഇപ്പോൾ ഒരു 50 ദിവസം 55 ദിവസം ആ ഒരു ഏജിൽ നിൽക്കും. പ്ലാറ്റിനം ബിഗ് ഇയറിൻ്റെ തന്നെ നമ്മുടെ കയ്യിലൊരു 4 ലൈനിലുള്ള സാധനമുണ്ട്. അതായത് ഏറ്റവും പഴയ ഒരു മെറ്റാലിക് ഇയർ വരുന്നത്, പിന്നെ അത് കഴിഞ്ഞ് അതിന് ശേഷമുള്ള ലൈൻ, അതിനുശേഷം പിന്നെ ഷോർട്ട് ബോഡി, അതിനുശേഷം ഷോർട്ട് ബോഡി വെച്ചിട്ട് അങ്ങനെ 4 ലൈൻ നമ്മൾ ചെയ്യുന്നുണ്ട് പ്ലാറ്റിനം. അതേപോലെ ചില്ലി റെഡിൻ്റെ തന്നെ ബിഗ് ഇയർ പഴയ ലൈനും ഉണ്ട്, പുതിയ ലൈനും ഉണ്ട്. 2 ലൈൻ നമ്മൾ ചില്ലി റെഡിൻ്റെ ബിഗ് ഇയർ ചെയ്യുന്നുണ്ട്. ഇതിനിപ്പോഴത്തെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു ഫിഷ്. നല്ല ഡിമാൻഡുണ്ട്. ഇയർ ക്വാളിറ്റി ഉള്ളതിന്, ഇയർ ഉള്ളതിന് എല്ലാത്തിനും നല്ല ഡിമാൻഡുണ്ട്. ടെക്സ്ചറോ ബ്ലൂ, ഇത് എൻ്റെ ബ്രൂഡ് സ്റ്റോക്കാണ്. ഇത് സെയിലിനായിട്ടില്ല, കുട്ടികൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇത് HB ബ്ലൂവിൻ്റെ തന്നെ റിബൺ ലൈനയാണ്. അത്യാവശ്യം ഡിമാൻഡുണ്ട്. റിബൺ ലൈനയായതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുണ്ട്. തുടക്കക്കാർക്കൊക്കെ പറ്റിയൊരു സാധനമാണ്. അത് സെയിലിനായിട്ടുണ്ടോ? സെയിലിനായിട്ടുണ്ട്. ഇത് സിൽവറാഡോ റിബൺ, അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അത്യാവശ്യം തുടക്കക്കാർക്ക് പറ്റുന്നതാണ്. എന്നാലും പക്ഷേ ഇമ്മ്യൂണിറ്റി അത്യാവശ്യം നല്ല കണ്ടീഷനിൽ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പങ്ങളുണ്ടാകുന്ന ഒരു ഫിഷാണ്. ജപ്പാൻ ബ്ലൂ ടൈൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു അത്രയും ആയിട്ടില്ലാത്ത സാധനമാണ്, നല്ല ഡിമാൻഡുണ്ട്. അതേപോലെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടൈൽ ക്വാളിറ്റി ആണ് ഇതിൻ്റെ. സെയിലിനുണ്ടോ? അപ്പോൾ സെയിലിനായിട്ടുണ്ട്. ഇത് വൈറ്റ് ടെക്സ്ചറോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്, എന്നാൽ അത്രയും വലിയ കോസ്റ്റ്ലി അല്ലാത്ത ഒരു ഐറ്റമാണ്. ഈ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ധാരാളം കുട്ടികൾ ഇറങ്ങും, അത്യാവശ്യം ഇമ്മ്യൂണിറ്റി ഉണ്ട്. എങ്ങനെ സെയിലിനായിട്ടുണ്ടോ? സെയിലിനായിട്ടുണ്ട്. ഇത് ബ്ലൂ കോയി അത്യാവശ്യം നല്ല ഡിമാൻഡ് ഇപ്പോൾ നിൽക്കുന്ന ഒരു സാധനമാണ്. പുതിയ സ്ട്രെയിനാണ്. ഇപ്പോൾ ഞാൻ ബ്രീഡ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അത് സെയിലിനായിട്ടില്ല, ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ. ഇതൊരു പുതിയ സ്ട്രെയിനല്ലേ? അതെ, ഇപ്പോൾ ഞാൻ ബ്രീഡ് ചെയ്യാനായിട്ട് എടുത്തിട്ടിരിക്കുകയാണ്, കണ്ടീഷൻ ചെയ്യാനായിട്ട് ഇട്ടിരിക്കുക.
ടൈഗർ മൊസൈക്ക് പഴയ സ്ട്രെയിനാണ്. ഇത് അത്യാവശ്യം തുടക്കക്കാർക്ക് ചെയ്ത് പിടിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഇത് സീ ത്രൂ പിങ്കു. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ സെയിലിനായിട്ടായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഫിഷാണ്. അധികം ആരുടെയും കയ്യിൽ ആയിട്ടില്ല. ഇത്രയൊക്കെയാണ് നമ്മുടെ മോനിച്ചേട്ടൻ്റെ ഫാം വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഫാം വിസിറ്റ് ചെയ്യുക, നല്ല ഫിഷുകൾ വാങ്ങുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ. ഞാനതിൽ ഫിഷ് ടെക്രാർ. താങ്ക്സ്.